ഹായ്. ഇന്നിപ്പോൾ പിന്നെ ഇന്ന് ഫിഷിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ച്. ഇന്നിപ്പോൾ ഗ്ലാസ്കോയിലുള്ള ചേച്ചിയും ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഞങ്ങളുടെ കുറച്ച് കസിൻസൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ എല്ലാവരും കൂടെ പോയി ഫിഷിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് ഒരുപാട് നാളെ ഞാൻ ഈ റോഡും തൂക്കി പിടിച്ച് കിടക്കണത്. എനിക്കൊന്നും കിട്ടാറില്ല. ഡെലിവിക്കിടയ്ക്ക് കിട്ടാറുണ്ട്. ഡെലിവിയാണ് ഇപ്പോൾ ഇടണത്. ഒരുപാട് നേരം ഇട്ടു, പക്ഷെ ഒന്നും കിട്ടിയില്ല. ഇവിടെ നിന്ന് ഒരു രക്ഷയില്ല. കൈ വേദനിച്ച് എറിഞ്ഞെറിഞ്ഞ് നല്ല വൈറ്റാ റോഡിന്. ഉണ്ണിയമ്മേ, ഉണ്ണിയമ്മേ, ഉടുമ്പിയെ ഞാൻ പിടിച്ചു. ഉണ്ണിയമ്മേ, ഉടുമ്പിയെ ഞാൻ പിടിച്ചു. അത് ഞങ്ങൾ അടുത്ത സ്പോട്ട് പിടിച്ചേ. അവിടെ ചെന്നപ്പോൾ കുറെ ഇംഗ്ലീഷുകാർ വെള്ളത്തിൽ കിടക്കണം. എന്നാൽ പിന്നെ ഞങ്ങളും കുറച്ചു നേരം കിടക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ ഇറങ്ങി. പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല, നല്ല തണുപ്പായിരുന്നു. ഞാൻ അപ്പം തന്നെ തിരിച്ചേറി. ഇവരാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് വിളിച്ചിട്ട് കയറണമില്ല, ഭയങ്കര തണുപ്പാണ്. എനിക്കാണെങ്കിൽ എങ്ങനെയും മീനെ പിടിക്കണമെന്ന്, മീനെ പിടിച്ചേ ഇറങ്ങുന്നു പറഞ്ഞുകൊണ്ട് ഇന്ന് ഇറങ്ങിക്കണം. ഒരെണ്ണെങ്കിലും ഒന്ന് പിടിക്കണമെന്ന് വിചാരിച്ച്. പിള്ളേർ നല്ല കളിയായിരുന്നു. ലാസ്റ്റ് എല്ലാത്തിനെയും വലിച്ചു കൂട്ടി വണ്ടിയിൽ കയറ്റി ഞാൻ അടുത്ത സ്പോട്ട് പിടിച്ചു. അടുത്ത സ്പോട്ടിൽ ചെന്നപ്പോൾ തന്നെ ഒരെണ്ണം കിട്ടി. പക്ഷെ ചെറിയ മീനായിരുന്നു. ഞങ്ങൾ അപ്പം തന്നെ തിരിച്ചു വിട്ടി. എനിക്കാണെങ്കിൽ ഇതിന്റെ പേരും അറിയാം. പിന്നെ കുറച്ചു നേരം ഇട്ടപ്പോഴേക്കും ഒരു അയിലനെ കിട്ടി. അത് അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു. അതിനെ കവറിലാക്കി വെച്ച് വീണ്ടും കുറെ നേരം എറിഞ്ഞു. ഒരു രക്ഷയില്ല. കൈ വേദനിക്കണല്ലാണ്ട് ഒരു രക്ഷയില്ല. ഞാനും ഷാലുവിൻ ചേട്ടനും ഡെലിവറി മാറി മാറി എറിഞ്ഞു. ഒരു രക്ഷയില്ല. വീണ്ടും ഞങ്ങൾ പഴയ സ്പോട്ടിലോട്ട് തിരിച്ചു. അവിടെ ചെന്ന് ഇടലും അപ്പം തന്നെ കിട്ടിയൊരു 5 എണ്ണത്തിന്. പിന്നെയും കുറച്ചേരം ഇട്ട് വീണ്ടും കിട്ടിയിട്ട് 4 എണ്ണത്തിന്. അങ്ങനെ ആദ്യമായിട്ട് മീൻ കിട്ടിയതിന്റെ സന്തോഷത്തിൽ എല്ലാവരും കൂടെ വീട്ടിലോട്ട് തിരിച്ചു പോന്നേ. പിന്നെ എങ്ങനെയും എന്നെ വെട്ടി പീസാക്കണം, എങ്ങനെയും ഇന്ന് തന്നെ ഫ്രൈ ചെയ്ത് കഴിക്കണം. ഫ്രഷ് മീൻ കഴിച്ചിട്ട് ഒരുപാട് നാളായി. ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഫ്രഷ് മീൻ കഴിക്കാൻ പോണെന്ന് തോന്നണം. വെച്ചാൽ എല്ലാം ഫ്രോസനാണ് കിട്ടണത്. പിന്നെ ഒരുപാട് നാളായി ഇതിനെ പുറടക്കണം. അതിപ്പം മീൻ കിട്ടിയതിന്റെ സന്തോഷവും പിന്നെ അതിനെ ഫ്രൈ ചെയ്ത് കഴിച്ചപ്പോൾ അതിനും വലിയ സന്തോഷം. അപ്പൊ ഇപ്പം മീൻ കിട്ടിയതിന്റെ ഇൻട്രസ്റ്റ് കാരണം ഇനിയും പോണെന്ന് വിചാരിക്കും. അടുത്ത ദിവസം ചാഞ്ചിന് ഒരു 3 ദിവസം ലീവ് ഉണ്ട്. അന്ന് എന്തായാലും ഞങ്ങൾ പോവും. വീണ്ടും മീനെ പിടിക്കും. ഇപ്പൊ കാണാം.